കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച 46 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. രാത്രി 1 മണിയോടെ മൃതദേഹങ്ങളുമായി വ്യോമസേന വിമാനം ഇന്ത്യയിലേക്ക് പുറപ്പെടുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ദുരന്തത്തിൽ മരിച്ച 49 പേരിൽ 24 പേർ മലയാളികളാണ്. രാവിലെ 8:30യോടെ മൃതദേഹങ്ങൾ കൊച്ചിയിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. വ്യോമസേനയുടെ C-130J ഹെർക്കുലീസ് വിമാനമാണ് ഇതിനായി ഉപയോഗിക്കുക. അപകടത്തിൽ മരിച്ച 24 മലയാളികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വർക്കല ഇടവ സ്വദേശി ശ്രീജേഷ് തങ്കപ്പനും മരിച്ചതായി സ്ഥിരീകരണം വന്നു. അതിനിടെ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണ് എന്ന് കുവൈറ്റ് ഫയർഫോഴ്സിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സുരേഷ് വെല്ലുവിറ്റ വിവരങ്ങളുമായിട്ട്. സുരേഷ്, സമയം ഇപ്പോൾ ഇവിടെ 11:30. വ്യോമസേനയുടെ പ്രത്യേക വിമാനം കുവൈത്തിൽ എത്തിയതായി വിവരമുണ്ടോ? 1 മണിക്ക് തന്നെ ഇങ്ങോട്ടേക്ക് പുറപ്പെടാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ? ദിവിഷ്, ഇപ്പോൾ ഏറ്റവും അല്പൊരു ആശ്വാസകരം, സന്തോഷമെന്ന് പറയാൻ പറ്റില്ല ഈ ഒരു ഘട്ടത്തിൽ, എങ്കിൽ പോലും ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ത്യൻ വ്യോമസേന വിമാനം കുവൈറ്റിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. കുവൈറ്റ് വിമാനത്താവളത്തിൽ പ്രത്യേകം വിമാനങ്ങൾ, വ്യോമസേന വിമാനങ്ങളും VIP വിമാനങ്ങളും ഒക്കെ ഇറങ്ങാറുള്ള സ്ഥലത്താണ് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനം എത്തിയിട്ടുള്ളത്. അല്പം മുൻപ്, നിമിഷങ്ങൾക്ക് മുൻപാണ് വിമാനം ലാൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ വിമാനം ഉള്ള സ്ഥലത്തേക്ക് മൃതദേഹങ്ങളെല്ലാം കൊണ്ടുപോകുന്ന നടപടിക്രമങ്ങളാണ് ശേഷിക്കുന്നത്. പക്ഷേ എംബാമിംഗ് നടപടികൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. 46 മൃതദേഹങ്ങളിൽ ഏതാണ്ട് 40-ലധികം മൃതദേഹങ്ങളുടെ എംബാമിംഗ് നടപടികളാണ് പൂർത്തിയായത്. 4-5 മൃതദേഹങ്ങൾ ഇനിയും ശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയം കൂടി, കുവൈറ്റിൽ ഇപ്പോൾ സമയം 9 മണിയാണ് ആയിട്ടുള്ളത്. 10 മണിയോടുകൂടി ഇത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അതിനുശേഷം 10 മണിയോടുകൂടി ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക വാഹനങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ മൃതദേഹങ്ങളും നേരെ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകും. ഏതാണ്ട് 20ഓളം വാഹനങ്ങൾ, ആംബുലൻസ് അടക്കമുള്ളവ മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. ആ പ്രത്യേക വാഹനത്തിലാണ് നേരെ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകുകയും ആ വിമാനത്താവളത്തിൽ ഈ മൃതദേഹങ്ങൾ എത്തിച്ച് ഇവിടെ നിന്നും അപ്പോഴേക്കും മറ്റു നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി 1 മണിയോടുകൂടി, കുവൈറ്റ് സമയം പുലർച്ചെ 1 മണിയോടുകൂടി വിമാനം ടേക്ക് ഓഫ് ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരു പക്ഷേ അത് അല്പം നേരത്തെയാകാനും സാധ്യതയുണ്ട്. മാത്രമല്ല, സ്ഥിരീകരിക്കാത്ത ഒരു വിവരം, ഒരുപക്ഷെ അതിന് കൂടുതൽ സാധ്യതയുള്ളത് കൊണ്ടാണ് പറയുന്നത്. വിമാനം നേരെ ഡൽഹിയിലേക്ക് പോകുമെന്നും അവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. പക്ഷേ അക്കാര്യത്തിൽ ഒരു അന്തിമമായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. പക്ഷേ സൈനിക വിമാനത്ത് ആയതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അക്കാര്യം പറഞ്ഞു പോകുന്നത്. സുരേഷ്, അങ്ങനെയെങ്കിൽ ഡൽഹിയിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ പിന്നീട് മറ്റു വിമാനങ്ങളിലാണോ അതോ സർക്കാർ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ടോ? അപ്പോൾ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് ഇത്രയേറെ മൃതദേഹങ്ങളൊക്കെ കൊണ്ടുവരണമല്ലോ, അത് വ്യോമസേന തന്നെ അതിന് സൗകര്യം ഒരുക്കുമോ അതോ മറ്റ് വിമാനങ്ങൾ ചാർട്ടർ ചെയ്തായിരിക്കുമോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? അതാണ് ദിവിഷ് ഇനി അറിയേണ്ടത്. കാരണം ഈ വ്യോമസേനയുടെ വിമാനത്തിൽ എല്ലാ മൃതദേഹങ്ങളും ഡൽഹിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് നേരെ കൊച്ചിയിലേക്ക് കൊണ്ടുവരാം. അവിടെ നിന്നും, കാരണം തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്കാണ് പിന്നീട് മൃതദേഹങ്ങൾ കൂടുതൽ കൊണ്ടുപോകേണ്ടത്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് അടക്കമുള്ളത്. ഒരു പക്ഷേ അങ്ങനെ ചെയ്യാം. പക്ഷെ അക്കാര്യത്തിലൊക്കെ എംബസിയുടെ ഭാഗത്തു നിന്നും കൂടി ഒരു വിശദീകരണവും വ്യക്തതയും വരുത്തേണ്ടതുണ്ട്. അതൊരു പക്ഷേ വിമാനത്തിൽ മൃതദേഹമൊക്കെ കയറ്റുന്ന ഒരു സമയമാകുമ്പോഴേക്കും അക്കാര്യത്തിൽ എംബസിയുടെ ഭാഗത്തു നിന്നും, കാരണം എംബസിയാണ് ഒരു ഔദ്യോഗികമായിട്ടുള്ള വിവരം അക്കാര്യത്തിൽ നൽകേണ്ടത്, അതുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ മൃതദേഹങ്ങളൊക്കെ ഈ വിമാനത്തിൽ കയറ്റിയതിനു ശേഷം വിദേശകാര്യ സഹമന്ത്രി കീർത്തി സിംഗ്, അദ്ദേഹം വീണ്ടും ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടെന്നു വരാം. കീർത്തിവർദ്ധൻ സിംഗ് ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടെന്നു വരാം. നടപടികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ആ സമയത്ത് അദ്ദേഹം വിശദീകരിക്കാനും സാധ്യതയുണ്ട്. അപ്പോഴായിരിക്കും അക്കാര്യത്തിൽ ഒരു കൂടുതൽ വ്യക്തത നമുക്ക് ലഭ്യമാക്കുക. ഏതായാലും എല്ലാ ഇന്ത്യക്കാരുടെയും 46 പേരുടെയും മൃതദേഹം ഇന്നും തന്നെ കൊണ്ടുപോകുമെന്നാണ് നമ്മൾക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. അക്കാര്യത്തിൽ ആരുടെ കാര്യത്തിലും ഇനിയൊരു താമസം ഉണ്ടാകില്ല എന്ന് അറിയിക്കുന്നുണ്ട്. മരിച്ച 46 പേരിൽ 24 പേർ മലയാളികളാണെന്നുള്ള സ്ഥിരീകരിച്ചത്. ഒരാൾ അവസാനം മുംബൈയിൽ താമസിക്കുന്ന കൊല്ലം സ്വദേശി, കരുനാഗപ്പള്ളി സ്വദേശിയുടെ പേര് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ ശ്രീജേഷ്, അതടക്കം 24 പേരും മലയാളികളാണെന്നും ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ശരി, ഈ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണ്? അവർക്കെതിരായ ഈ കെട്ടിട ഉടമ, ഒപ്പം തന്നെ സെക്യൂരിറ്റി ജീവനക്കാരൻ, അവർക്കെതിരായ നടപടികളൊക്കെ എങ്ങനെയാണ് കുവൈറ്റ് മന്ത്രാലയം കൊണ്ടുപോകുന്നത്? ദിവിഷ്, മംഗഫ് 4-ലെ ആ കെട്ടിടം 7 നില കെട്ടിടം. ആ 7 നില കെട്ടിടത്തിൽ ആദ്യത്തെ നില മുതൽ 6 നിലകളിലേക്ക് മുകളിലേക്കാണ് ആളുകൾ താമസിച്ചിരുന്നത്, തൊഴിലാളികൾ താമസിച്ചിരുന്നത്. ഏറ്റവും അടിയിൽ, അതായത് ബേസ്മെന്റിൽ
തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുക്കുന്ന കിച്ചണാണ് ഉണ്ടായിരുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് ആ കെട്ടിടത്തിന്റെ വാച്ച്മാൻ താമസിച്ചിരുന്നത്. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്, കുവൈറ്റ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്, ഈ വാച്ച്മാൻ താമസിച്ചിരുന്ന ഭാഗത്തു നിന്നും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നുണ്ട്. അതാണ് അപകടത്തിന്റെ യഥാർത്ഥ കാരണമെന്നാണ് പറയുന്നത്. അവിടെ നിന്നുമാണ് തീ പൊട്ടിപ്പുറപ്പെടുന്നത്. മാത്രമല്ല, ഈ വാച്ച്മാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് കിച്ചണൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിനോട് ചേർന്ന് കൂടുതലായിട്ട് പാചകവാതക സിലിണ്ടറുകൾ ശേഖരിച്ചിരുന്നു. 21 സിലിണ്ടറുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അതാണ് ഏറ്റവും കൂടുതലായി അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കാനുള്ള കാരണമായി കുവൈറ്റ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. ഇത്രയധികം ഗ്യാസ് സിലിണ്ടറുകൾ അവിടെ ശേഖരിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. അനധികൃതമായിട്ടാണ് ഇത്രയധികം പാചകവാതക സിലിണ്ടറുകൾ അവിടെ ശേഖരിച്ചിരുന്നത്. അതാണ് അപകടത്തിന്റെ ആഴം വർദ്ധിപ്പിക്കാനുള്ള കാരണം. ഈ തീ പിടിച്ച ഉടനെ തന്നെ ഗ്യാസ് സിലിണ്ടറുകളിലേക്ക് തീ പടരുന്നുണ്ട്. പല ഗ്യാസ് സിലിണ്ടറുകളും ഉഗ്ര ശബ്ദത്തോടു കൂടി പൊട്ടി തെറിക്കുന്നുണ്ട്. അവിടെ നിന്നുമാണ് തീ മുകളിലത്തെ നിലയിലേക്കെല്ലാം പടരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും എല്ലാ നിലകളിലേക്ക് 7 നിലകളിലും തീയും പുകയും എത്തുന്നുണ്ട്. ആളുകൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. രണ്ടാമത്തെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച കണ്ടെത്തിയിട്ടുള്ളത്, ഈ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലേക്ക് റൂഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വഴി ഉണ്ടായിരുന്നു. ആ വഴി അടച്ചിരുന്നു. അതും ഈ അപകടത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു. കാരണം ആളുകൾക്ക് അതിന് മുകളിലേക്ക് പോയിട്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ അവസരമുണ്ടായിരുന്നു. അതും ഇല്ലാതാക്കി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ 2 ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ എടുത്തു പറയുന്നുണ്ട്. മൂന്നാമതൊരു വീഴ്ച കൂടി പരാമർശിക്കുന്നത്, തൊഴിലാളികളുടെ എണ്ണം 195 പേരെയാണ് അവിടെ താമസിപ്പിച്ചിരുന്നത്. ഇത്രയധികം പേർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. മുറികൾ മരപ്പലക ഉപയോഗിച്ച് ഈ ഓരോ അപ്പാർട്ട്മെന്റുകളും വേർതിരിച്ച് അതിൽ അനുവദനീയമായിട്ടുള്ളതിനേക്കാൾ അധികം ആളുകൾ താമസിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മരപ്പലകയ്ക്കൊക്കെ തീ പിടിച്ചപ്പോൾ ഇത് ആളിക്കത്തുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം പുക കൂടുതലായിട്ട് നിറഞ്ഞു, വിഷപ്പുക നിറഞ്ഞു. ഇതൊക്കെ അപകടം വർദ്ധിപ്പിക്കാൻ കാരണമായി. ശരി സുരേഷ് വെള്ളിമുറ്റുമാണ് വളരെ വിശദമായി തന്നെ വിവരങ്ങൾ പറഞ്ഞത്. ഒപ്പം